സ്റ്റുഡൻസ് നമ്മളിന്ന് എക്സ്പാൻഷൻ വാൾവിനെ കുറിച്ച് 4th കോമ്പണൻറ്റ് എക്സ്പാൻഷൻ വാൾവ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. എക്സ്പാൻഷൻ വാൾവ്സ് എന്ന് വെച്ചാൽ അറിയാം നിങ്ങൾ ഫങ്ഷൻ എന്താണെന്ന് അറിയാം. ഇതിൻ്റെ വേറെ 2 പേരുകളുണ്ട്. ത്രോട്ട്ലിംഗ് വാൾവ് എന്നും പറയും. ഓക്കെ, പിന്നെ മീറ്ററിംഗ് ഡിവൈസ് എന്നുള്ളൊരു പേരുണ്ട്. മീറ്ററിംഗ് ഡിവൈസ് കാരണം ഈ വാൾവാണ് നമ്മൾ ഇവാപ്പറേറ്ററിലേക്കുള്ള റെഫറൻ്റ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് റിക്വയർഡ് എമൗണ്ടിൽ, അതായത് ലോഡിനനുസരിച്ച് ഇവാപ്പറേറ്ററുടെ ലോഡിനനുസരിച്ചുള്ള റിക്വയർഡ് എമൗണ്ട് അലോ ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? എക്സ്പാൻഷൻ വാൾവാണ്. അതുകൊണ്ടാണ് ഇതിന് മീറ്ററിംഗ് ഡിവൈസ് എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. എന്താണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ, ഒന്ന് റെഡ്യൂസ് ദ പ്രഷർ, അല്ലേ? കണ്ടൻസർ പ്രഷർ എന്ന് ഇവാപ്പറേറ്റർ പ്രഷറിലേക്ക് പ്രഷർ റെഡ്യൂസ് ചെയ്യപ്പെടും. reduce from condenser pressure to evaporator pressure. Condenser pressure to evaporator pressure. ഇതാണ് മെയിൻ ഫങ്ഷൻ ഇതാണ്. സെക്കൻഡ് എന്ന് വെച്ചാൽ കൺട്രോൾസ് ദി എമൗണ്ട് ഓഫ് ഫ്ലോ ഓഫ് റെഫ്രിജറൻറ്റ്. കൺട്രോൾസ് ദി ഫ്ലോ ഓഫ് റെഫ്രിജറൻറ്റ് according to the load on evaporator. According to the load on evaporator. അപ്പോൾ ഇതാണ് ഫങ്ഷൻസ്. അതായത് എക്സ്പാൻഷൻ വാൾവിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ മെയിനായിട്ട് ഒന്ന് പ്രഷർ റെഡ്യൂസ് ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇവാപ്പറേറ്ററിലേക്ക് പോകുന്ന റെഫ്രിജറൻറ്റിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതും എക്സ്പാൻഷൻ വാൾവാണ്. എന്തിനാണ് റേറ്റ് ഓഫ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് വെച്ചാൽ, ഇവാപ്പറേറ്ററിലെ ലോഡ് എത്ര മാക്സിമം ലോഡാണോ പാർട്ട് ലോഡാണോ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എമൗണ്ട് ഓഫ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുന്നത് കൺട്രോൾ ചെയ്യണം. ഓക്കെ, പിന്നെ ടൈപ്സ്, മെയിനായിട്ട് ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തെ ക്യാപ്പില്ലറി ട്യൂബ്. ഓക്കെ, ഈ ക്യാപ്പില്ലറി ട്യൂബ് എന്ന് വെച്ചാൽ അറിയാം നിങ്ങൾക്ക്. ക്യാപ്പില്ലറി ട്യൂബ് എന്ന് വെച്ചാൽ ഒരു സ്മോൾ ഡയ കോയിലാണ്. സ്മോൾ ഡയ ലാർജ് ലെങ്ത് അല്ലെങ്കിൽ വെരി ലോങ് കോയിൽ. നിങ്ങൾക്കറിയാം, ഒരു പൈപ്പിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു പ്രഷർ ഡ്രോപ്പ് ഡെൽറ്റ പി ഉണ്ട്. ആ ഡെൽറ്റ പി നിങ്ങൾക്കറിയാം 4VL/2GD ഇങ്ങനെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? ഡാർസീസ് ഇക്വേഷൻ. അപ്പം അതിൽ നമുക്ക് എഴുതാൻ പറ്റും. എന്തെഴുതാം? പ്രഷർ ഡ്രോപ്പ് ത്രൂ എ പൈപ്പ് എന്ന് വെച്ചാൽ പ്രപ്പോർഷണൽ ടു ലെങ്ത് ആയിരിക്കും, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡയ ആയിരിക്കും. അപ്പോൾ ഡയമീറ്റർ ചെറുതായാൽ, ഇഫ് ഡയ ഈസ് ലോ ആൻഡ് ലെങ്ത് ഓഫ് ദ പൈപ്പ് ഈസ് ഹൈ, ഡെൽറ്റ പി വിൽ ബി ഹൈ, അല്ലേ? കാരണം ഡെൽറ്റ പി പ്രപ്പോർഷണൽ ടു L/D ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ലാർജ് ലെങ്ത് ഉള്ള ഒരു കോയിൽ വെരി സ്മോൾ ഡയ, മാക്സിമം സ്മോൾ ഡയ ആക്കി കഴിഞ്ഞാൽ ഇതിൽ കൂടിയുള്ള പ്രഷർ ഡ്രോപ്പ് എന്തായിരിക്കും? ഇതാണ് ക്യാപ്പില്ലറി ട്യൂബ് എന്ന് പറയുന്നത്. ചെറിയ ഡയയിൽ നല്ല ലെങ്ത്തിലുള്ള ട്യൂബിനാണ് ക്യാപ്പില്ലറി ട്യൂബ്. അങ്ങനെ ക്യാപ്പില്ലറി ട്യൂബിലൂടെ പാസ് ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രഷർ, ഇൻലെറ്റിലുള്ള പ്രഷർ ഔട്ട്ലെറ്റിലുള്ള പ്രഷർ നോക്കുമ്പോൾ ഔട്ട്ലെറ്റിലുള്ള പ്രഷർ വളരെയധികം കുറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പ്രഷർ ഡ്രോപ്പ് വെരി ഹൈ ആയിരിക്കും, അല്ലേ? ഇതാണ് ഒരു ക്യാപ്പില്ലറി ട്യൂബ് എന്ന് പറയും. അല്ല, ക്യാപ്പില്ലറി ട്യൂബിന് മുന്നേ സ്ട്രെയിനർ വെച്ചിട്ടുണ്ടാവും. സ്ട്രെയിനറിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഡേർട്ട്സോ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനാണ്. ക്യാപ്പില്ലറി ട്യൂബിലേക്ക് എൻ്റർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാണ് സ്ട്രെയിന്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക്കലി യൂസ് ചെയ്യുന്ന നമ്മുടെ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റർ എയർ കണ്ടീഷൻസ് ഒക്കെയാണ് ഈ എക്സ്പാൻഷൻ വാൾവ് എന്ന് പറയുന്നത്. ക്യാപ്പില്ലറി ട്യൂബ് ആയിരിക്കും. ക്യാപ്പില്ലറി ട്യൂബ്സ് ഇത് യൂഷ്വലി കോപ്പർ കൊണ്ടായിരിക്കും ഈ ട്യൂബ്സ് ഉണ്ടാകും. കോപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ട്യൂബായിരിക്കും കേട്ടോ. പിന്നെ അടുത്തത് സെക്കൻഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവ്, ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ്.
constant pressure expansion valve. Expansion valve or automatic expansion valve. ഇതാണൊരു ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവാപ്പറേറ്ററിൽ ലോഡ് എന്തായാലും ഇതിൽ കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യും. ഇവാപ്പറേറ്ററിൽ കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവിലെ കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവ്. ഇറ്റ് മെയിൻറ്റെയിൻസ് a constant pressure inside the evaporator no matter what the refrigeration load is. ലോഡ് എങ്ങനെ ചേഞ്ച് ചെയ്താലും ഇവാപ്പറേറ്ററിലെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സ്പാൻഷൻ വാൾവ് ആണ് ഇത് കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവ് ഓർ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ്. അതായത് when the load on evaporator is very high, അപ്പോൾ ലോഡ് ഇവാപ്പറേറ്ററിലെ ലോഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് വേണം, ശരിക്കും ഫ്ലോ ഓഫ് റെഫ്രിജറൻ്റ് കൂടെയാവുണ്ട്. പക്ഷേ ഈ എക്സ്പാൻഷൻ വാൾവ് കൂടൂല, പിന്നെ കൂടുതൽ ഫ്ലോ അലോ ചെയ്യൂല. അതേപോലെ ലോഡ് കുറഞ്ഞാൽ പിന്നെ എന്ത് വേണം, ഫ്ലോ ഓഫ് റെഫ്രിജറൻ്റ് കുറയണം. പക്ഷേ ഈ എക്സ്പാൻഷൻ വാൾവിൻ്റെ കേസിൽ അത് കുറക്കൂല. അതായത് ഇറ്റ് ഡസ് നോട്ട് അലൗ ദ കൺട്രോൾ ഓഫ് ദ ഫ്ലോ ഓഫ് റെഫ്രിജറൻ്റ് ത്രൂ ഇറ്റ് ഈവൻ വെൻ ലെസ്സർ ഓർ മോർ റെഫ്രിജറൻ്റ് ഈസ് ലിക്വിഡ്. അതാണ് സംഭവം. ഈസ് റിക്വയർഡ്. അതായത് ലെസ്സർ ഓർ മോർ റെഫ്രിജറൻ്റ് ഈസ് റിക്വയർഡ്. അങ്ങനെയുള്ള കേസുകളിൽ പോലും എന്ത് ചെയ്യുന്നില്ല, ഫ്ലോ ഓഫ് റെഫ്രിജറൻ്റ് കൺട്രോൾ ചെയ്യുന്നില്ല, അത് കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കുന്നത്. അതായത് കോൺസ്റ്റൻറ്റ് പ്രഷർ എപ്പോഴും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക, പ്രഷർ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഇതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാണ്ട്, ഫ്ലോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാണ്ട് എപ്പോഴും ഒരേ ലെവലിൽ ഫ്ലോ കൊടുക്കും. അതാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾ നോക്കിക്കോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താണ്, ഒരു വാൾവ് ഉണ്ട്, കണ്ടോ, ഒരു വാൾവ് ഉണ്ട്, നീഡിൽ വാൾവ്. ഇതിനൊരു സീറ്റ് ഉണ്ട്, വാൾവ് സീറ്റ് ഉണ്ട്. പിന്നെ ഒരു സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ് ആക്ഷൻ, ഒരു ഡയഫ്രാം. ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ വെച്ചിട്ടാണ് സ്പ്രിങ്ങിൻ്റെ ആ ഒരു സ്പ്രിങ് സെറ്റ് ചെയ്ത്, സ്പ്രിങ് ഫോഴ്സ് സെറ്റ് ചെയ്ത്. ഓക്കെ. പിന്നെ ഒരു സ്ട്രെയിനർ ഉണ്ട്, സ്ട്രെയിനർ, ലിക്വിഡ് റെഫ്രിജറൻ്റ് ഇൻ, ലിക്വിഡ് റെഫ്രിജറൻ്റ് ഔട്ട്. ഓക്കെ. ഇത് നോക്കി ഇതിൻ്റെ വർക്കിംഗ്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ ഇതിൽ മെയിനായിട്ട് രണ്ട് ഫോഴ്സ് ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സ്പ്രിങ് പ്രഷർ ഉണ്ട്, ഇവിടെ ഒരു ഇവാപ്പറേറ്ററിലേക്ക് പോകുന്നത് ഈ ലൈനാണ്. അപ്പോൾ ഇത് ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് വെച്ചാൽ ഇവാപ്പറേറ്റർ പ്രഷർ ആയിരിക്കും അല്ലേ. കാരണം ഇവാപ്പറേറ്ററായിട്ട് കോണ്ടാക്ട് വരുന്ന സ്പേസ് ഇതാണ്. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്നത് ഇവാപ്പറേറ്റർ പ്രഷർ. അപ്പോൾ ഇവാപ്പറേറ്റർ പ്രഷറിന് ഈക്വലായിട്ട് സ്പ്രിങ് ഫോഴ്സ് സെറ്റ് ചെയ്ത് ആ സ്പ്രിങ് പ്രഷർ ഇങ്ങനെ ബാലൻസ് ചെയ്തു. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് ഓപ്പണിങ്, ഇവിടെ വാൾവിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് ഓപ്പണിങ് അവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇവാപ്പറേറ്റർ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വാൾവ് ഓപ്പണിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സ്പ്രിങ് ഫോഴ്സ് സെറ്റ് ചെയ്തു. അപ്പോൾ അത് ഒരു കോൺസ്റ്റൻറ്റ് ലെവലിൽ നിന്ന് ഒരു കോൺസ്റ്റൻറ്റ് ഓപ്പണിങ് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നോക്കുക, സ്പ്രിങ് പ്രഷർ, ഇവാപ്പറേറ്റർ പ്രഷർ ഫോൾസ് ഡൗൺ. അതായത് ഇവാപ്പറേറ്ററിലെ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ് പ്രഷർ ഇവാപ്പറേറ്റർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിങ് പ്രഷർ കൂടും, ഇവാപ്പറേറ്റർ പ്രഷർ കുറയും അല്ലേ. കാരണം ഇവാപ്പറേറ്റർ പ്രഷർ സ്പ്രിങ് പ്രഷറിനെക്കാട്ടി കുറഞ്ഞു. അപ്പോൾ സ്പ്രിങ് പ്രഷർ കാരണം ഈ ഡയഫ്രാം എന്ത് വരും, താഴേക്ക് വരും. താഴേക്ക് വന്നാൽ ഇതൊന്ന് സംഭവിക്കും, ഇത് കൂടുതൽ ഓപ്പൺ ആവും അല്ലേ. ഇത് കൂടുതൽ ഓപ്പൺ ആവും. കൂടുതൽ ഓപ്പൺ ആയാൽ കൂടുതൽ എന്ത് സംഭവിക്കും, allows more liquid refrigerant to enter into the evaporator, thus ensuring the desired evaporator pressure. അപ്പോൾ ഇവാപ്പറേറ്റർ പ്രഷർ വീണ്ടും സെയിം പഴയ ഇതിലേക്ക് പോകും. അതായത് അതിൽ കൂടുതലല്ല, പഴയ ലെവലിലേക്ക്, ആ ഒരു കോൺസ്റ്റൻറ്റ് ലെവലിലേക്ക്. അതിൽ കൂടുതൽ ഫ്ലോ അല്ല, ആ കോൺസ്റ്റൻറ്റ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്ര ഫ്ലോ മാത്രമേ അഡ്മിറ്റ് ചെയ്യൂ. അതേപോലെ ഇനിയിപ്പോൾ ഇവാപ്പറേറ്റർ പ്രഷർ കൂടുകയാണെന്ന് ഇരിക്കട്ടെ. ഇവാപ്പറേറ്റർ പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ഡയഫ്രാം എന്ത് സംഭവിക്കും, ഡയഫ്രാം മുകളിലേക്ക് പോകും. കാരണം ഇവാപ്പറേറ്റർ പ്രഷർ കൂടുതലാണ്, സ്പ്രിങ് പ്രഷറിനെക്കാട്ടിയും കൂടിയ ഇവാപ്പറേറ്റർ പ്രഷർ ആയിക്കഴിഞ്ഞാൽ ഡയഫ്രാം മുകളിലേക്ക് പോകും. ഡയഫ്രാം മുകളിലേക്ക് പോയാൽ ഈ വാൾവ് മുകളിലേക്ക് പോകും. അപ്പോൾ ഈ ഗ്യാപ്പ് കുറച്ച് കുറയും അല്ലേ. When the evaporator pressure rises, the diaphragm moves upwards to reduce the opening of the valve and decreases the flow of liquid അല്ലേ. ആ വാൾവ് ഓപ്പണിങ് കുറഞ്ഞു കഴിഞ്ഞാൽ
എന്ത് സംഭവിക്കും? ലിക്വിഡ് റെഫ്രിജറൻറ്റിൻ്റെ ഫ്ലോ കുറയും ഇൻറ്റു ഇവാപ്പറേറ്റർ. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ വീണ്ടും ഇവാപ്പറേറ്റർ പ്രഷർ താഴേക്ക് വരും, നേരത്തെ അതേ കോൺസ്റ്റൻറ്റ് ലെവലിലേക്ക് വരും. അങ്ങനെ കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് ഇവാപ്പറേറ്റർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇത് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൾവ് എന്ന് പറയുന്നത് ഈ ഒരു ഡിവൈസ്. ഓക്കെ, അതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മളെ ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്ററിലാണ്. നിങ്ങൾ ഇവാപ്പറേറ്ററിൻ്റെ കേസിൽ ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതായത് ഫ്ലഡഡ് വേറെ, ഡ്രൈ എക്സ്പാൻഷൻ വേറെ. ഫ്ലഡഡ് എന്ന് വെച്ചാൽ ലിക്വിഡ് ലെവൽ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ലിക്വിഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഫ്ലഡഡ് ഇവാപ്പറേറ്റർ. ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റേഴ്സ് വെച്ചാൽ ലോഡ് ഓൾമോസ്റ്റ് എപ്പോഴും സെയിം ആയിട്ട് നിൽക്കുന്നതാണ് ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റേഴ്സ്. അപ്പോൾ ലോഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റേഴ്സിൻ്റെ ഒന്നിച്ചാണ് കൂടുതലും ഇത് യൂസ് ചെയ്യുക. ഇനി ഫ്ലഡഡ് ഇവാപ്പറേറ്റേഴ്സിൻ്റെ ഒന്നിച്ച് യൂസ് ചെയ്യുന്ന വാൾവ് എക്സ്പാൻഷൻ വാൾവ് ഫ്ലോട്ട് വാൾവ് എന്ന് പറയും. ഇത് യൂസ്ഡ് അലോങ് വിത്ത് ഫ്ലഡഡ് ഇവാപ്പറേറ്റേഴ്സ്. കാരണം ലിക്വിഡ് ലെവൽ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇവാപ്പറേറ്ററിൽ റെഫ്രിജറന്റ് ഇൻ ലിക്വിഡ് ഫോം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫ്ലഡഡ് ഇവാപ്പറേറ്റേഴ്സാണ്. നമ്മൾ ഇവാപ്പറേറ്റർ സെക്ഷനിൽ പഠിച്ചു. ഓക്കെ, അപ്പോൾ ആ കേസിൽ യൂസ് ചെയ്യുന്ന എക്സ്പാൻഷൻ വാൾവ് ഫ്ലോട്ട് വാൾവ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ഫ്ലോട്ട് വാൾവിൻ്റെ ഫിഗർ. നോക്കാം, നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. കാരണം ഒരു സൈഡ് ഇവിടെ നിന്ന് കണ്ടൻസർ എന്നില്ല ലിക്വിഡ് റെഫ്രിജറന്റ് വരുന്നുണ്ട്, മറ്റേ സൈഡിലേക്ക് ഇത് ഇവാപ്പറേറ്ററായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ നോക്ക് ഇവിടെയുള്ള ലിക്വിഡ് ലെവൽ കണ്ട, ഈ ലിക്വിഡ് ലെവൽ കുറയുമ്പോഴെന്ത് സംഭവിക്കും? ഈ ലിക്വിഡ് ലെവൽ കുറയുമ്പോൾ ഈ ഫ്ലോട്ട് ബോൾ താഴേക്ക് വരും. ഇത് ഫ്ലോട്ട് ചെയ്യുന്നില്ല. ലിക്വിഡ് ലെവൽ കുറയുമ്പോൾ താഴേക്ക് വരും. ലിക്വിഡ് ലെവൽ കുറഞ്ഞ് താഴേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? ഈ വാൾവ് ഇങ്ങോട്ട് മൂവ് ചെയ്യും, റൈറ്റിലേക്ക് മൂവ് ചെയ്യും. വാൾവ് അടയും, നീഡിൽ വാൾവ് അടയും. അതെന്ത് സംഭവിക്കും? ഇവാപ്പറേറ്ററിലേക്കില്ല ഫ്ലോ കട്ട് ചെയ്യും അല്ലേ. As the liquid level falls in the chamber, the needle valve will close this path അല്ലേ. സോ അപ്പോൾ ലിക്വിഡ് ലെവൽ റൈസ് ചെയ്യുമ്പോഴോ ഫ്ലോട്ട് ബോളും റൈസ് ചെയ്യും. നീഡിൽ വാൾവ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യും, കൂടുതൽ ഓപ്പൺ ആവും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതായത് ഇപ്പോൾ ഇവാപ്പറേറ്റർ അപ്പോൾ ഇവാപ്പറേറ്ററിൽ വേപ്പറൈസ് ചെയ്യുന്ന അതേ റേറ്റിലായിരിക്കും കണ്ടൻസേഷൻ നടക്കുന്നത്. അപ്പോൾ ഇവാപ്പറേറ്ററിൽ കൂടുതൽ വേപ്പറൈസേഷൻ നടന്നു, ലോഡ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താവും? ഈ ലിക്വിഡിൻ്റെ ലെവൽ കുറയും. അപ്പോൾ ലിക്വിഡിൻ്റെ ലെവൽ വീണ്ടും ലെവലാക്കാൻ വേണ്ടിയിട്ട്, അതായത് സെയിം റേറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയത്തേക്ക് ഇത് ഈ നീഡിൽ അടയുമ്പോഴേക്കും അതേ റേറ്റിൽ വീണ്ടും ലിക്വിഡ് നിറയുമ്പോൾ വീണ്ടും ഫ്ലോട്ട് വാൾവ് മുകളിലേക്ക് പോയി ഇത് ഓപ്പണായി. ആ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അതാണ് ആ ഒരു ബാലൻസ്. അതായത് refrigerant vapor is condensed in the condenser at the same rate at which the liquid vaporizes in the evaporator. അപ്പോൾ ഫ്ലോട്ട് ചേമ്പർ റിസീവ്സ് ആൻഡ് ഫീഡ്സ് ലിക്വിഡ് ടു ഇവാപ്പറേറ്റർ അറ്റ് ദ സെയിം റേറ്റ്. അപ്പോൾ ഇവാപ്പറേറ്ററിൽ വേണ്ട റേറ്റിൽ തന്നെ നമുക്ക് ലിക്വിഡ് സപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ ഫ്ലോട്ട് വാൾവ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് ഫ്ലോട്ട് വാൾവിൻ്റെ വർക്കിംഗ്. മനസ്സിലായോ? ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ ഇതിപ്പോൾ എത്ര ഫോർത്തല്ലേ? തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിഗർ, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ്. ഇത് നോക്കുക. ഓക്കെ, ഇവാപ്പറേറ്ററുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഒരു തെർമോസ്റ്റാറ്റിക് വാൾവ്. ഇത് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൾവിൻ്റെ അതേ ഒരു സെറ്റപ്പാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഇതിലുണ്ട് ഒരു സ്പ്രിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ സ്ക്രൂ ഉണ്ട്. ഇവിടെയാണ് വാൾവ് സീറ്റ് ഇങ്ങനെയാണ് വരുന്നത്. നേരത്തെ നേരെ തലയിരിഞ്ഞിട്ടാണ് വരുന്നത്. വാൾവ് സീറ്റ്, പുഷ് റോഡ്, ഓക്കെ, ഒരു ഡയഫ്രാം. ഓക്കെ, ഇതിലെവിടെയാണ് കാപ്പിലറി ട്യൂബ്. ഓക്കെ, ലിക്വിഡ് റെഫ്രിജറന്റ് ഔട്ട് ഇതിലാണ്, ലിക്വിഡ് റെഫ്രിജറന്റ് ഇൻ ഇതിലാണ്. ഓക്കെ, ഇത് എവിടെ നിന്ന് വരുന്നത്? കണ്ടൻസറിൽ നിന്ന് വരുന്നത് ഇവിടെ നിന്നാണ്. ഇത് ഇവാപ്പറേറ്ററിലേക്ക് പോകുന്നതാണ്.
നോക്ക് ഇതിൽ ബാലൻസ് നോക്കുക. ഈ ഡയഫ്രാം ബാലൻസ് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് സ്പ്രിങ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ സ്പ്രിങ് കാരണമുള്ള ഫോഴ്സ് PS ഉണ്ട്. അതേസമയം ഇവിടെ എന്തുണ്ട്? ഇവാപ്പറേറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്പേസ് ഇതല്ലേ. അപ്പോൾ ഇവാപ്പറേറ്റർ പ്രഷർ ഇവിടെ ആക്ട് ചെയ്യും. അപ്പോൾ സ്പ്രിങ് പ്ലസ് ഇവാപ്പറേറ്റർ പ്രഷറാണ് മുകളിലേക്ക് ആക്ട് ചെയ്യുക. താഴേക്ക് ഏതാണ്? ഫീലർ ബൾബ് ഉണ്ട്. ഒരു ഫീലർ ബൾബ് ഉണ്ട്. ആ ഫീലർ ബൾബ് എന്ന് വെച്ചാൽ ഇവാപ്പറേറ്ററുമായിട്ട് കണക്ട് ചെയ്ത ഒരു ബൾബാണ്. അപ്പോൾ ഇതിൽ എന്തുണ്ട്? the feeler bulb will be at the same temperature as the refrigeration at that point. ഇവാപ്പറേറ്ററിൻ്റെ സെയിം ടെമ്പറേച്ചറിലായിരിക്കും ഫീലർ ബൾബ് ഉണ്ടാവുക. അപ്പോൾ എനി ചേഞ്ച് ഇൻ ദി ടെമ്പറേച്ചർ ഓഫ് ദ refrigerant will cause a change in the pressure inside the feeler bulb. അപ്പോൾ ഈ ഫീലർ ബൾബിലുള്ള ലിക്വിഡ് refrigerant ഉണ്ടാവുമല്ലോ, അതിലൊരു refrigerant വെക്കും, സെയിം refrigerant വെക്കും. അപ്പോൾ ഈ ഇവാപ്പറേറ്ററിൽ എന്തെങ്കിലും ടെമ്പറേച്ചർ ചേഞ്ച് അപ്പം തന്നെ ഫീലർ ബൾബിൽ ഫീൽ ആവും. അപ്പോൾ അതിൻ്റെ പ്രഷർ മാറും. ആ പ്രഷർ ഇവിടെ നമുക്ക് കിട്ടും. ആ പ്രഷറാണ് ഇവിടെ താഴേക്ക് ആക്ട് ചെയ്യുന്നത്. ഫീലർ ബൾബിലുള്ള പ്രഷറാണ് താഴേക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് PB = PS പ്ലസ് സ്പ്രിംഗ് ഫോഴ്സ് പ്ലസ് ഇവാപ്പറേറ്റർ പ്രഷർ. ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഉള്ളത്. അറ്റ് എ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ഫീലർ ബൾബ് പ്രഷർ ആക്ടിങ് ഓൺ ദ ടോപ്പ് ഓഫ് ഡയഫ്രാം ഈസ് balanced by both spring pressure and evaporator pressure. അല്ലേ? ഇനി the force tending to open the valve depends upon എന്താണ്? സ്പ്രിംഗ് പ്രഷർ ആൻഡ് ഇവാപ്പറേറ്റർ പ്രഷർ. അപ്പോൾ സ്പ്രിംഗ് പ്രഷറും ഇവാപ്പറേറ്റർ പ്രഷറും കുറഞ്ഞു കഴിഞ്ഞാൽ, ബൾബ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ വാൾവ് ഓപ്പൺ ആവും അല്ലേ? അല്ലെങ്കിൽ സ്പ്രിംഗ് പ്രഷറും ഇവാപ്പറേറ്റർ പ്രഷറും കൂടി PBനെക്കാട്ടിയും സ്പ്രിങ്ങും ഇവാപ്പറേറ്റർ പ്രഷറും കൂടുകയാണെങ്കിൽ വാൾവ് ക്ലോസ് ആവും അല്ലേ? അപ്പോൾ ആ ഫോഴ്സിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നോക്ക്. അപ്പോൾ ആ സെറ്റപ്പ് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ ഓഫ് ദ വാൾവ് ഈസ് കൺട്രോൾ ബൈ എന്താണ്? പിന്നെ ബാലൻസ് ഓഫ് ദ ഫോഴ്സ് ബിറ്റ്വീൻ PB, PS ആൻഡ് PE. ഈ PB മാറുന്നത്, PB ആണ് മാറുക. PB എങ്ങനെ മാറുന്നത്? ഫീലർ ബൾബിൻ്റെ ടെമ്പറേച്ചർ മാറും. അവിടെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ ആൻഡ് ഫീലർ ബൾബ് ടെമ്പറേച്ചറിൻ്റെ സാച്ചുറേഷൻ എന്ന് വെച്ചാൽ ഇവാപ്പറേറ്ററിൽ സാച്ചുറേഷൻ ടെമ്പറേച്ചർ ആണല്ലോ കിട്ടുക. സാച്ചുറേഷൻ ടെമ്പറേച്ചർ, അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ആണ് എന്ത്? ഈ വാൾവ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോഡ് ഓൺ ദി ഇവാപ്പറേറ്റർ ലോഡ് ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ എന്ത് വേണം? കൂടുതൽ ലിക്വിഡ് റെഫ്രിജറന്റ് ഫാസ്റ്റായിട്ട് ബോയിൽ ചെയ്യുന്നുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. കൂടുതൽ ലോഡ് എന്ന് വെച്ചാൽ കൂടുതൽ ലിക്വിഡ് റെഫ്രിജറന്റ് ഫാസ്റ്റർ ബോയിലിംഗ് നടക്കും കോയിലിൻ്റെ അകത്ത് അല്ലേ? അപ്പോൾ ഫീലർ ബൾബിലെ പ്രഷർ എന്താവും? സ്വാഭാവികമായിട്ടും ഫീലർ ബൾബിലെ പ്രഷറും ഇൻക്രീസ് ആവും. ആ ഈ ഫീലർ ബൾബിലെ പ്രഷർ ഒരു കാപ്പിലറി ട്യൂബ് വഴി ഇങ്ങോട്ട് ട്രാൻസ്മിറ്റായി PB താഴേക്ക് കൂടിക്കഴിഞ്ഞാൽ എന്താണ്? വാൾവ് ഓപ്പൺ ആവും, കൂടുതൽ വാൾവ് ഓപ്പൺ. അപ്പോൾ ലോഡ് കൂടുമ്പോൾ കൂടുതൽ വാൾവ് ഓപ്പണായി കൂടുതൽ ലിക്വിഡ് റെഫ്രിജറന്റ് അല്ലേ? ഡയഫ്രാം മൂവ്സ് ഡൗൺവേർഡ്സ്, ഓപ്പൺസ് ദ വാൾവ് ആൻഡ് അലൗസ് മോർ ക്വാണ്ടിറ്റി ഓഫ് റെഫ്രിജറന്റ് ടു ഇവാപ്പറേറ്റ് ആൻഡ് കണ്ടിന്യൂസ് ടിൽ ദ പ്രഷർ ഇക്വിലിബ്രിയം ഓൺ ദ ഡയഫ്രാം ഈസ് റീച്ച് അല്ലേ? അപ്പോൾ ഇത് കൂടുതൽ ഇവാപ്പറേറ്ററിലേക്ക് കൂടുതൽ പ്രഷർ കൂടുതൽ ലിക്വിഡ് പോകുമ്പോൾ ഇവാപ്പറേറ്റർ പ്രഷർ കൂടും, പിന്നെ മുകളിലേക്ക് പോയി വീണ്ടും ബാലൻസ് ആവും അല്ലേ? അങ്ങനെ ബാലൻസ് ആയി കഴിഞ്ഞാൽ അതിനിപ്പോൾ ലോഡ് കുറവാണെങ്കിൽ ഫീലർ ബൾബിലെ പ്രഷർ കുറയും, PS ആൻഡ് PE കൂടും, ഇത് മുകളിലേക്ക് പോകും അല്ലേ? അപ്പോൾ അലവ് ചെയ്യുന്ന ലിക്വിഡ് റെഫ്രിജറന്റിൻ്റെ വാല്യൂ കുറയും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് ഈ ടെമ്പറേച്ചർ ഡിഫറൻഷ്യലിൻ്റെ ബേസിലാണ്. അപ്പോൾ ഫീലർ ബൾബിലെ ടെമ്പറേച്ചർ ഡിഫറൻഷ്യലിൻ്റെ ബേസ് ആയിട്ടാണ് ഈ വാൾവ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൾവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പാൻഷൻ വാൾവ്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂളിംഗ് ടവർ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഫോർ ദ ടൈം ബീങ് ഐ വിൽ സ്റ്റോപ്പ് ദിസ് പർട്ടിക്കുലർ സെഷൻ. താങ്ക് യു.